എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വീണുപോകാറുണ്ട് അല്ലേ? പക്ഷെ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് കുതിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ആന്തരിക ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ തിരിച്ചുവരവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്, അല്ലേ? ജീവിതം എപ്പോഴും പൂക്കൾ വിരിച്ച പാതിയൊന്നും ആയിരിക്കില്ല. ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും അതിന്റെ ഭാഗമാണ്. അത് അംഗീകരിക്കുന്നതാണ് നമ്മൾ വയ്ക്കേണ്ട ആദ്യത്തെ ചുവട്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പോരാട്ടം ശരിക്കും മറ്റുള്ളവരോടല്ല, ജീവിതം തന്നെ നമുക്ക് നേരെ എറിയുന്ന ആ കനത്ത സമ്മർദ്ദങ്ങളോടാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ സ്വയം അനുവദിച്ചാൽ മാത്രമേ അതിന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയൂ. നമ്മളെല്ലാവരും കരുതുന്നത് കരുത്ത് എന്ന് പറഞ്ഞാൽ എത്ര ശക്തമായി തിരിച്ചടിക്കാൻ പറ്റുന്നു എന്നതിലാണെന്ന്. പക്ഷെ യഥാർത്ഥ പോരാട്ടത്തില് ആ ധാരണയൊക്കെ മാറും. അപ്പു പിന്നെ എന്താണ് പ്രധാനം? ഇതാണ് പോയിന്റ്. യഥാർത്ഥ വിജയം എന്നു പറയുന്നത് ഒരിക്കലും അടികൊള്ളാതെ മുന്നോട്ടു പോകുന്നതല്ല. മറിച്ച് എത്രയൊക്കെ ഇടി കിട്ടിയിട്ടും വീഴാതെ, തളരാതെ മുന്നോട്ട് ഓരോ ചുവടും വയ്ക്കാനുള്ള ആ കഴിവാണ്. സഹനശക്തി, അതുതന്നെയാണ് യഥാർത്ഥ കരുത്ത്. അപ്പോ വിജയത്തിന്റെ നിർവചനം തന്നെ നമ്മളിവിടെ മാറ്റിയെഴുതുകയാണ്. ഇത് വെറും മസിൽ പവറിന്റെ കളിയല്ല, ഇത് തളരാത്ത മനസ്സിന്റെ ആ ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഇതിനെയാണ് നമ്മൾ അതിജീവനം അല്ലെങ്കിൽ റെസിലിയൻസ് എന്നൊക്കെ പറയുന്നത്. വിജയത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. ഓർക്കുക, നിങ്ങളുടെ വിശ്വാസം എന്താണോ അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങൾ എന്നെക്കൊണ്ട് പറ്റും എന്ന് വിശ്വസിച്ചാൽ അത് ശരിയാകും, പറ്റില്ല എന്ന് വിശ്വസിച്ചാലും അതും ശരിയാകും. യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിലാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ചുറ്റുമുള്ളവർ ഒരുപാട് കാര്യങ്ങൾ പറയും, നിങ്ങളെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. അതൊന്നും കേട്ട് തളരരുത്. നിങ്ങൾക്കെന്തെങ്കിലും തീവ്രമായി വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ച് അത് നേടുക, ഒരു ഒഴികഴിവും പറയാതെ. പലർക്കും ടാലന്റും സ്കില്ലും തമ്മിൽ തെറ്റിപ്പോകാറുണ്ട്. ടാലന്റ് ചിലപ്പോൾ ജന്മനാ കിട്ടുന്നതാകാം, പക്ഷെ വൈദഗ്ധ്യം അല്ലെങ്കിൽ സ്കിൽ അങ്ങനെയല്ല. അത് കഠിനാധ്വാനമാണ്. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ഒരേ കാര്യത്തിൽ പ്രയത്നിച്ചുണ്ടാക്കുന്നതാണ്. യഥാർത്ഥ വിജയം വരുന്നത് ആ വൈദഗ്ധ്യത്തിൽ നിന്നാണ്. വിജയം എന്നു പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാജിക് അല്ല, മറിച്ച് ഓരോ നിമിഷത്തിലും നമ്മൾ കണ്ടെത്തുന്ന ചെറിയ ചെറിയ മുന്നേറ്റങ്ങളാണ്. ഓരോ ബ്രേക്കിലും, ഓരോ മിനിറ്റിലും, എന്തിന് ഓരോ സെക്കൻഡിലും നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ ചേർന്നാണ് വലിയ വിജയമുണ്ടാകുന്നത്. വളർച്ചയ്ക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വരും. അതായത്, നാളെ നിങ്ങൾ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇന്നത്തെ നിങ്ങളുടെ സുഖങ്ങളും ശീലങ്ങളും ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. ആ ത്യാഗമാണ് നിങ്ങളെ പുതിയ, മെച്ചപ്പെട്ട ഒരാളാക്കി മാറ്റുന്നത്. ഇത് വളരെ ശക്തമായൊരു ചിന്തയാണ്. നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നിർത്തിപ്പോകുന്നതിൽ എന്താണർത്ഥം? നിങ്ങളിതിനകം ആ വേദന അനുഭവിച്ചു കഴിഞ്ഞു. എങ്കിൽ പിന്നെ ആ വേദനയിൽ നിന്ന് ഒരു പ്രതിഫലം നേടിയെടുക്കുക, ആ കഷ്ടപ്പാടിനെ ഒരു വിജയമാക്കി മാറ്റുക. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ചോദ്യം വരുന്നത്. പുറത്തുള്ള സാഹചര്യങ്ങളോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ അല്ല കാര്യം. നിങ്ങളുടെ ഉള്ളിലെ തീരുമാനമാണ് പ്രധാനം. നിങ്ങൾ ആരാകാനാണ് തീരുമാനിക്കുന്നത്? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നാം, അല്ലേ? പലപ്പോഴും നമ്മൾ നമ്മുടെ കുറവുകളെയല്ല ഭയപ്പെടുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അപാരമായ കഴിവിനെയും സാധ്യതകളെയുമാണ്. ആ ശക്തിയെ പുറത്തെടുക്കാൻ നമ്മൾ മടിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ കഴിവുകളുടെ പ്രകാശത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ നമ്മൾ ധൈര്യം കാണിക്കണം. ആ വെളിച്ചത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭയങ്ങൾ പതിയെ ഇല്ലാതാകുന്നത് കാണാം. ഇതാണ് ഒരുപക്ഷെ ഇന്നത്തെ ഈ ചർച്ചയിലെ ഏറ്റവും ശക്തമായ സന്ദേശം. നിങ്ങൾക്ക് വേണ്ട ശക്തി പുറത്തെവിടെയും പോയി അന്വേഷിക്കേണ്ടതില്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിലോ ഒരു കൂട്ടം ആളുകളിലോ അല്ല. ഈ ലോകത്തിലെ ഓരോ മനുഷ്യനിലും ആ ശക്തിയുണ്ട്. അതെ, നിങ്ങളിലും. നിങ്ങളുടെ ഉള്ളിലെ ശക്തി എത്ര വലുതാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, സന്തോഷം കണ്ടെത്താൻ കഴിയും. ഈ ജീവിതത്തെ മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയുകയേ വേണ്ടൂ. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ മതിലുകളില്ലേ, അവയിൽ ഭൂരിഭാഗവും നിങ്ങളുടെ മനസ്സിൽ മാത്രം നിലനിൽക്കുന്നവയാണ്. അവ യാഥാർത്ഥ്യമല്ല, വെറും മിഥ്യാധാരണകൾ മാത്രം. ആ ധാരണകളെ തകർത്തെറിഞ്ഞ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. അപ്പോ ചോദ്യം ഇതാണ്: ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെക്കുറിച്ച് ബോധവാന്മാരായി നിങ്ങളിനി എന്തു ചെയ്യാൻ പോകുന്നു?
തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഈ വിശകലനം കണ്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്കിത് പ്രചോദനമായെന്ന് തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കെപ്പോഴും ഒരു വലിയ പ്രോത്സാഹനമാണ്.